ഇന്നേ രാവിലെ ഇച്ചിരി താമസിച്ചൊക്കെയാണ് എഴുന്നേറ്റത്. കാരണം ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ഇമ്മിണി എളുപ്പമാണല്ലോ രാവിലത്തേടം. തലേന്ന് നമ്മളൊരു കുഞ്ഞി സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും മോനിക്കുട്ടന് തക്കാളി ചമ്മന്തി ഇഷ്ടമായതുകൊണ്ട് അതുണ്ടാക്കണം. രണ്ടുപേരും എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇന്ന് മോനിക്കുട്ടൻ്റെ സ്കൂളിൽ ക്രിസ്മസ് പ്രോഗ്രാമാണ്. രാവിലെ പതിവ് പോലെ ഓട്ടോ വരും. മോനിക്കുട്ടൻ്റെ ഓട്ടോയിൽ അങ്ങ് പോകും. 12 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഞാനും കൊച്ചോളും പോകാമെന്ന് വിചാരിച്ചു. ദോശയൊക്കെ ഉണ്ടാക്കി ഒരു ചമ്മന്തിയും തട്ടിക്കൂട്ടി മോനുകുട്ടന് കഴിക്കാൻ കൊടുത്തു. തക്കാളി ചമ്മന്തി മോനുകുട്ടൻ്റെ ഫേവറേറ്റ് ആണ്. ഇന്നത്തെ പ്രോഗ്രാമിന് മോനുകുട്ടൻ്റെയും കൂട്ടുകാരുടെയും ഡാൻസ് ഉണ്ട്. അവരുടെ ഡ്രസ് കോഡാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ അതൊക്കെ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ക്രിസ്മസ് ട്രീയുടെ അടുക്ക നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വരാൻ. അപ്പോഴത്തേക്കും വലിയ ഗമയായിരുന്നു. മുഖത്തോട്ട് വെയിലടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷനൊക്കെ ഇട്ട് ഒരു ഫോട്ടോ ഞാൻ ഒപ്പിച്ചെടുത്ത്. മോനുകുട്ടൻ പോയി കഴിഞ്ഞ് ഞാനും കൊച്ചോളും കൂടി കഴിച്ചു. ഞാൻ ഇമ്മിണി സാമ്പാറും തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങോട്ട് 2 ദോശ കഴിച്ചേ. അത് കഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കൊച്ചോളും കൂടി ഒരു ചുവന്ന ടീഷർട്ട് ഇട്ടായിരുന്നെങ്കിൽ നല്ല മാച്ചായേനെ, പക്ഷെ ഇല്ലായിരുന്നു. അങ്ങനെ അമ്മയുടെ അടുക്ക പോയി പറഞ്ഞു. അവിടെ ആ വണ്ടി വെച്ചിരിക്കുന്നു. വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സ്കൂളിൽ വന്നു. പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മോനുകുട്ടൻ ദേ കൂട്ടുകാരുടെ കഥയൊക്കെ പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ ക്രിസ്മസ് പാട്ടൊക്കെ ഇട്ടുള്ള ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു. മോനുകുട്ടൻ്റെ ക്ലാസ്സിലെ കുട്ടികളും 5ാം ക്ലാസ്സിലെ കുട്ടികളും കൂടി കമ്പൈൻഡ് ആയിട്ടായിരുന്നു ഡാൻസ്. അവരുടെ കൂടെ ക്രിസ്മസ് പാപ്പയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ലോങ് വീഡിയോയിൽ ഞാൻ ഡാൻസൊക്കെ ഫുൾ വീഡിയോ ഇടാട്ടോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയത് ഈന്തപ്പഴം അച്ചാറാണ്. അതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാനും കൊച്ചോളും എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീമും കേക്കും ഒക്കെ കിട്ടി. എല്ലാം കൂടി കഴിച്ച് വയറ് ബുമ്മെന്നായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ഐസ്ക്രീം അത്രയും വേണ്ടാഞ്ഞതുകൊണ്ട് മോനുകുട്ടൻ കൊതിയേന് ഞാൻ ഇമ്മിണി അങ്ങ് കൊടുത്തു. പിന്നെ ഇതിനെക്കാട്ടിലൊക്കെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്ക വന്ന് മിണ്ടി എന്നുള്ളതാണ്. മിക്ക ഫംഗ്ഷന് ചെല്ലുമ്പോഴും ഏതെങ്കിലും ഒരാളെങ്കിലും വന്ന് അങ്ങനെ മിണ്ടാറുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണേ.